ശ്രീ എം ജയചന്ദ്രൻ, ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തകർന്നടിഞ്ഞത് ഇവിടുത്തെ പിന്നോക്കക്കാരുടെ സ്വപ്നങ്ങളാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഒപ്പം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് അവിടുത്തെ ഈഴവർ അടക്കമുള്ള മതവിഭാഗങ്ങൾക്ക്, ജാതി വിഭാഗങ്ങൾക്ക്, അങ്ങല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ ഉണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ, ഒരു വലിയ സംഘടനയുടെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഉള്ള ഈഴവ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനാ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒരല്പം ഗൗരവം തോന്നുന്നുണ്ടോ? വെള്ളാപ്പള്ളിയെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം എന്താണെന്ന് ഊഹിച്ചെടുക്കാൻ അല്ലെങ്കിൽ വിലയിരുത്തിയെടുക്കാൻ വലിയ പ്രയാസമുണ്ടാവാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ ഹെയ്റ്റ് സ്പീച്ചിന് കുപ്രസിദ്ധി നേടിയ 2 പേരാണുള്ളത്. അതിലൊരാൾ PC ജോർജും മറ്റൊരാൾ വെള്ളാപ്പള്ളിയുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി ഇന്ന് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നെങ്കിൽ വരട്ടെ, നല്ല കാര്യം, ഞാനും അതിന് കാത്തിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് എന്തോ വിവേചനം നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് വിവേചനമാണ്, അതെവിടെയാണ്, ആർക്കൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കാൻ അദ്ദേഹത്തെ പോലെ സമുന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വത്തിന് ബാധ്യതയുണ്ടെന്നേ, അതുകൂടെ പറയണ്ടേ. ഇപ്പം പഴയ കാര്യങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അത് പിന്നെ നമുക്കെല്ലാവർക്കും കേൾക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു ചിലതും കൂടെ പറയേണ്ടി വരും. 1990കളുടെ ഒടുക്കവും ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി ഒരു പിന്നോക്ക സമുദായ മുന്നണി രൂപീകരിച്ചിരുന്നു കേരളത്തിൽ. നാലകത്ത് സൂപ്പി എന്ന ലീഗ് നേതാവ് മുൻമന്ത്രിയുമായ വ്യക്തിത്വമായിരുന്നു അതിൻ്റെ ചെയർമാൻ. അതിലെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയും നേതാവുമായിരുന്നല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇത്തരം അഭിപ്രായങ്ങളൊന്നും അന്ന് പറഞ്ഞതായിട്ട് പിന്നീടും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വെള്ളാപ്പള്ളിയെ മറ്റു പല കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പോൾ അന്നൊന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുമില്ല. അതിന് പിന്നാലെ ഈ 2000 ആണ്ടിൽ, ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 2000 ഫെബ്രുവരിയിലാണ് അന്നത്തെ സംസ്ഥാന സർക്കാർ, അന്ന് LDF ആണ് ഭരിക്കുന്നത് 2000-ൽ, ഈ സാമുദായിക പ്രാതിനിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാനായി നരേന്ദ്രൻ കമ്മീഷനെ നിയമിക്കുന്നത്. 2001 നവംബറിൽ, ഒരു വർഷത്തിന് ശേഷം നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ AK ആന്റണിയാണ് മുഖ്യമന്ത്രി. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മന്ത്രിസഭ മാറി അടുത്ത ഇലക്ഷനിൽ. അപ്പോൾ അങ്ങനെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന AK ആന്റണിക്കാണ്. അത് കഴിഞ്ഞ് പിന്നീട് അതിന്മേൽ കമ്മീഷനെ നിയമിക്കുന്ന സമയത്ത് കേരളത്തിലെ ജാതിപരമായ അല്ലെങ്കിൽ മതസാമുദായിക പരമായിട്ടുള്ള സംവരണ ആനുകൂല്യങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം പഠിക്കാനാണ് കമ്മീഷനെ വെച്ചത്. അന്ന് കണ്ടത് എന്തായിരുന്നു? അന്ന് കണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും കുറവ് സംവരണാനുകൂല്യം കിട്ടുന്ന സമുദായമായി നരേന്ദ്രൻ കമ്മീഷൻ രേഖപ്പെടുത്തിയത് ഉദ്യോഗം നഷ്ടപ്പെട്ടത്. അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ആ എണ്ണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ പറയുന്നത്. 7340 ഉദ്യോഗങ്ങൾ നഷ്ടപ്പെട്ടത് മുസ്ലിം സമുദായത്തിനാണ്. അടുത്തത് ലത്തീൻ കത്തോലിക്ക സമുദായത്തിനാണ് 4000 ചില്ലുവാനം. ആ കൂട്ടത്തിൽ ഓരോ ശ്രേണി തിരിച്ചു തന്നെയാണ് പറയുന്നത്. അവിടെ ഈ ഈഴവ സമുദായത്തിന് നഷ്ടപ്പെട്ട എത്രയാണെന്നറിയാമോ കമ്മീഷൻ പറയുന്നത്? 5 എണ്ണം മാത്രം ഔദ്യോഗിക സംവരണത്തിൽ. അത് പിന്നീടാണ് സംവരണത്തെ സംബന്ധിച്ച് ചില ധാരണകളും നടപടികളൊക്കെ ഉണ്ടാകുന്നത്. 2005 ഒടുവിലാകുമ്പോഴേക്ക് അത് മാറി ഉമ്മൻചാണ്ടി സർക്കാർ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ 19 മാസത്തേക്ക്. അതിൻ്റെ അവസാന കാലത്ത് നരേന്ദ്ര കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാക്കേജ് ഉണ്ടാക്കുന്നുണ്ട്. ആ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി കിട്ടാതെ, ഈ ജോലി ക്ഷണിച്ചിട്ട് അവർക്ക് സംവരണ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരില്ലെങ്കിൽ വീണ്ടും അത് റീനോട്ടിഫൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിക്സൊക്കെ നിലനിൽക്കുകയാണ് കേരളത്തിൽ. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മലപ്പുറത്ത് പറയുന്നത് ഈഴവർക്ക് മാത്രമായി എന്തോ വിവേചനമല്ല, വലിയ വിവേചനം മലപ്പുറത്ത് നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത്തരമൊരു വിവേചനം ഉണ്ടെങ്കിൽ നീലിമ തീർച്ചയായും കേരളം ഒരു ചർച്ച ചെയ്യണം, അത് പരിഹരിക്കുകയും വേണം. അത്തരമൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. ശ്രീ ജയചന്ദ്രൻ, ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്
AK ആന്റണി പറഞ്ഞത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ. സംഘടിത ന്യൂനപക്ഷം സമ്മർദ്ദം ചെലുത്തി ഭൂരിപക്ഷത്തിന്റെ അവകാശം കവർന്നെടുക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയെന്ന് AK ആന്റണി അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പോൾ തന്നെ ഈ സംഘടിത ന്യൂനപക്ഷം എന്താണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സന്ദേശം അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി മുന്നോട്ട് വച്ചിരുന്നു. തുടർന്ന് VS-ഉം സമാനമായ രീതിയിൽ പറഞ്ഞു. മലപ്പുറം എന്ന് പറയുന്നത് പ്രത്യേക രാജ്യം അല്ലെങ്കിൽ പ്രത്യേക സംസ്ഥാനം, ഇതിലേക്കൊക്കെ ഉള്ള ഒരു ചുവടുവയ്പ്പാണ് മലപ്പുറം ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ VS അച്യുതാനന്ദനും പറഞ്ഞു വെച്ചു. അപ്പോൾ ഇത് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മാത്രമല്ല, ഇതിനു മുമ്പ് 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആന്റണി ആയാലും VS ആയാലും ഈ പ്രശ്നങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ വച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നതല്ല, പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അത് പറയാതിരിക്കാനും കഴിയില്ലല്ലോ. ഇത് AK ആന്റണി പറഞ്ഞോ മുഖ്യമന്ത്രി പറഞ്ഞോ എന്നുള്ളതിനേക്കാളും പ്രാധാന്യമർഹിക്കുന്നത് നിശ്ചയമായും ഇത്തരം വിഷയങ്ങളിൽ ഒരു ജസ്റ്റിസ് നരേന്ദ്രനെ പോലെ റിട്ടയർഡ് ജഡ്ജ് ഒരു ഗവൺമെൻറ് നിശ്ചയിച്ച കമ്മീഷനാണ്. ആ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് എന്താണ്? അത് പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്നുണ്ടല്ലോ. നീലിമ, ഒരാൾക്കും രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല. നിയമസഭയിൽ ടേബിൾ ചെയ്തതാണ് ആ സംഗതി. അതെല്ലാം മേശപ്പുറത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, 2011 സെൻസസ് പ്രകാരം ആ സെൻസസ് റിപ്പോർട്ട് അതും പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ആ സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സമുദായം ഏതാണ് സമുദായം? ഏറ്റവും കൂടുതലുള്ള സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായമാണ്. പക്ഷേ ഈ സംവരണ വിഭാഗങ്ങളിൽ തന്നെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് നിൽക്കുന്നത് മുസ്ലിം സമുദായമല്ല, ഈഴവ സമുദായമാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ സംവരണ കോട്ട അങ്ങനെയാണ് ഇപ്പോഴും നിശ്ചയിച്ച് പോരുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ഏതെങ്കിലും മുസ്ലിം സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിം നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ടോ? സമുദായ സംഘടനകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള ഹാർമോണിയസ് ആയിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. കേരളം മൊത്തത്തിൽ എല്ലാം മഹത്തരമാണെന്നല്ല, നമുക്ക് വിയോജിപ്പുകളുണ്ട്, തർക്കങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അതൊക്കെ പൊതുവിൽ ചർച്ച ചെയ്തു പോകുന്ന സമൂഹമാണ് കേരളം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ച് നടത്തുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു, എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ നരേന്ദ്ര കമ്മീഷൻ്റെ കാര്യവും സെൻസസിൻ്റെ കാര്യവും ഒക്കെ പറയേണ്ടി വരുന്നത് നമ്മളുടെ മുമ്പിലുള്ള വ്യക്തമായ തെളിവുകൾ ഡാറ്റാസ് അതാണ് എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് പോകേണ്ടി വരുന്നത്. അവിടെ VS പറഞ്ഞതും AK ആന്റണി പറഞ്ഞതും അല്ല പ്രധാനപ്പെട്ടതാകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഈ സാമൂഹ്യ ജീവിതം അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ലേ താങ്കൾ തന്നെ നീലവനെ സൂചിപ്പിച്ചല്ലോ, സോഷ്യൽ റിഫോർമേഷൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അത് വരുന്നുണ്ട്. അത്തരത്തിലുള്ള പുനരുദ്ധാരണങ്ങൾ ട്രാൻസ്ഫോർമേഷൻ എന്ന വാക്കാണ് സാർ ഞാൻ ഉദ്ദേശിച്ചത്. മുമ്പോട്ടുള്ള പോക്കിന് എപ്പോഴും ആവശ്യമാണെന്നേ. റിഫോർമേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പാണുള്ളത്.